ഹലോ, ഇന്നത്തെ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു യാത്ര പോവാണ് കേട്ടോ. ഈ യാത്ര പോയത് ഏകദേശം 1 വർഷത്തിന് മുൻപാണെന്നേ ഉള്ളൂ. ഞങ്ങളൊരു സമ്മർ ടൈമിൽ ലാർസ് എന്ന് പറയുന്ന ഒരു പ്ലേസിൽ പോയതാണ്. ഇവിടോട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്തത് കേട്ടോ. പക്ഷേ അതിന് ശേഷമുള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതെന്തുകൊണ്ടാണ് ഞാൻ മിസ്സായിപ്പോയി. ഇന്ന് വീക്കെൻഡാണ്, സാറ്റർഡേ. ഞങ്ങളിന്ന് ബീച്ചിൽ പോവാണ്. രാവിലെ ഇപ്പോൾ 8 മണിയായിട്ടുണ്ട്. ചെറിയൊരു തണുപ്പുണ്ട്, എന്നാലും കൊള്ളാം. നല്ല ക്ലൈമറ്റ് അല്ലേ? ഭയങ്കര ചൂടുമില്ല, ഭയങ്കര തണുപ്പും തന്നെ. ഞങ്ങളിപ്പോൾ ബസ് സ്റ്റോപ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്ലാസ്ഗോ സെൻട്രൽ സ്റ്റേഷനിലേക്കാണ് കേട്ടോ. അപ്പോൾ ട്രെയിനിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ഓൺലൈൻ വഴി നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. ഇവിടെ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് കളക്ട് ചെയ്തു. ഇനി വശിക്കുട്ടിക്കും വിമാനം ഉള്ളത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പോയി എടുക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ കിഡ്സിന് എന്തോ കൺസെഷനും കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്കുള്ള ടിക്കറ്റ് മേടിക്കാൻ വേണ്ടിയാണ് ഏട്ടൻ കൊണ്ട് ആ കൗണ്ടറിലേക്ക് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ട്രെയിൻ യാത്ര. കിട്ടിയ ഓക്കെ, ഒരു പോയിന്റ്. നമുക്ക് എത്ര വരും? 11 പൗണ്ടല്ലേ? വർഷക്കുട്ടിക്ക് സ്റ്റാർബക്സ് കോഫി കണ്ടപ്പോൾ ഉടനെ കോഫി കുടിക്കണമെന്നായി. അപ്പോൾ അത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇട്ടേക്കുന്ന കണ്ടില്ലേ ഒരാൾ, ഇതാണ് ഇവിടുത്തെ സ്കോട്ടിഷിൻ്റെ ട്രഡീഷണൽ ഡ്രസ്സ് കേട്ടോ. നമ്മൾ കുറച്ച് നേരത്തെയാണ് എത്തിയത് കേട്ടോ. നമ്മുടെ ട്രെയിൻ വരാൻ ഇനി ഏകദേശം 1 മണിക്കൂർ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എല്ലാവരും ഓട്സ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേന് വീണ്ടും എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. പിന്നെ ഏട്ടൻ പിന്നെ ഗ്രെക്സിന്ന് ചിക്കൻ പപ്സൊക്കെ മേടിച്ച് തന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ സമയമായി ട്രെയിനിൽ കയറാനുള്ള. നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോവാം. ഇതാണ് നമ്മൾ പോകുന്ന ട്രെയിൻ. വാ വാ വാ. 14. പക്ഷേ എവിടെയെങ്കിലും ഇരി. ബാക്ക്വേർഡ് പോണോലുണ്ടല്ലേ? അല്ല, അവൻ തിരിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും. കറക്റ്റ് കറക്റ്റ്. വെച്ചിട്ട് ഉണ്ടാക്കിയത് ഈ വെള്ളയായിട്ട് കാണുന്നത് മൊത്തം ആടുകളാണ്. ആട്. എന്തോ സൗണ്ട് കേൾക്കുന്ന വെള്ളത്തിന്. നമ്മൾ അടിപൊളി അല്ലേ? അഴുക്കുള്ളവരെ നമ്മൾ പോണ ശ്രീ ഫ്രണ്ട്. നേരെ കാണുന്നുണ്ട് ബീച്ച്. അതാ അവര് പറഞ്ഞ എങ്ങും വഴി തെറ്റൂല, നേരെ പോയാൽ മതി. ഫെറിയിൽ കയറിയിട്ട് മിൽക്ക് ബോട്ടിൽ പോകണം. ഇവിടെ കറങ്ങാം, പിന്നെ പോവാം. പോകുമ്പോ കയറാൻ വേണ്ടിയാണോ? ഓ സൂപ്പർ. അടക്കണം നോക്ക്. ഇതേ ഫെറി തന്നെ വരുന്നു തിരിച്ച്. അവിടെ അങ്ങ് ദൂരെ കാണുന്ന ഐലൻഡാ, അവിടെ പോവും. എടുത്താ ആണോ? എത്ര രൂപ? 15 മിനിറ്റ്സിന് ഫെറി ഉണ്ട്. ഇത് അഡൽസിന് വന്നിട്ട് 180, കിഡ്സിന് വന്നിട്ട് 90 പൈസ. കൊള്ളാലോ. നമുക്ക് അവിടെ പോയി നിൽക്കാം ക്യൂല്.
ക്യൂല് പോവാ. എപ്പോ വേണമെങ്കിൽ വന്നോണ്ടേ ഇരിക്കും. നമുക്ക് കുറച്ച് നടന്നിട്ട് വരാം. ഇത് വലുത്, ഇതിൽ പോയാലോ? അതില് പോവാ. കുറച്ചുകൂടെ വലുത് പോലല്ലേ? വലുത് അതിനേക്കാളും 2-3 മടങ്ങ് വലുത്. ഇല്ലേ, ഇവിടുന്ന് കാർ ഓടിച്ച് അവിടെ പോവാ. അവിടെ പോയി കറങ്ങിയിട്ട് അതേ കാർ തിരിച്ചിറങ്ങി വരിക. ഇല്ല പോയട്ടാ, പോയിട്ട് പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാം. മതി മതി, ഇത്ര മതി. അതിന് മുകളിൽ പോകാൻ പറ്റില്ല. അവിടെ വരും, അവിടെ വരും. 4 സീറ്റ് ഇരിക്കും, അവിടെ വരും. Please listen very carefully to the following passenger safety announcement. In the event of an emergency arising, the general emergency signal will be sounded. This emergency signal consists of 7 or more short blasts followed by 1 long blast. If the signal is sounded, you should proceed immediately to the nearest assembly station. You are requested. ആ ഐലൻഡിലോട്ടാണ് നമ്മൾ പോണത്. അതാ കാണുന്നില്ലേ, അതാ മിൽപോർട്ട് ഐലൻഡ്. അവിടെയാണ് നമ്മൾ പോകുന്നത്. അവിടെ നമ്മൾ ഇറങ്ങാൻ പോകും. ബോട്ട് എടുത്തിട്ട് റോജ് നന്നായിരിക്കും അവിടെ. ട്രെക്കിംഗ് ഒക്കെ ചെയ്യാൻ നടക്കാം. Big bang happening. 3, 2, 1. ഇങ്ങോട്ടാ വാ, ഇങ്ങോട്ട് കയറുക. അതൊക്കെ നല്ല വ്യൂ ഉണ്ട്. ക്യാമറ ഇങ്ങനെ ഇത് ഞാനാണ് ഇങ്ങനെ ഗ്രാൻഡ് ക്യാമറ ക്യാമറ കറക്റ്റ് എത്തിയെങ്കിൽ ഇങ്ങനെ ഉള്ളത്. അവിടെ ഇരുന്നോ, അവിടെ ഇപ്പൊ ഇരുന്ന അതേ പോസ് അങ്ങനെ ഇരുന്നോ. ഇങ്ങനെ നോക്ക്. എന്റെ കൃഷ്ണ ഇറങ്ങിയവരൊക്കെ അങ്ങോട്ട് പോയി, എവിടെയോ പോയി. That's the Great Lake of the Grand Canyon. ഒരു canyon പോലെയല്ലേ ഗ്രാൻഡ്. പക്ഷേ കല്ല് പറക്കാൻ വന്നതാ. ഇതിനാണ് വന്നത്. കാണിച്ചോട് കല്ല് അവിടെ. നല്ല കല്ല്. അത് ഭയങ്കര വെയിറ്റ് കുറവ് കേട്ടാ. സൂപ്പറായിരിക്കുന്നു. എങ്ങോട്ടെന്നോ ഇല്ല നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാരും പോകുന്നുണ്ട്, അവരെ പുറകെ നമുക്ക് ഫോളോ ചെയ്യാം.
സൈക്കിളിലൊക്കെ എടുക്കുന്ന അടിപൊളിയായിരിക്കും അല്ലേ? വന്നിട്ട് ഒരു 15 മിനിറ്റ്സിന് വന്നുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അങ്ങനെ എത്ര ടൈം എത്ര മണി വരെ കാണും? ശബരിമല റൂട്ട് ഒന്നും അറിയത്തില്ല. അപ്പൊ ആന, പുലി, നല്ല കടുവയൊക്കെ വരുമ്പോ എന്തോ ഇത് ഫിലിം എടുത്ത് ചോദിക്കണം എല്ലായിടത്തും. ഇത് ഏത് ഞങ്ങളിപ്പോ ഏത് കണ്ടു? എവിടെ പോണെന്ന് ഒരു പിടിയില്ല, ചുമ്മാ നടക്കണല്ല. ഞങ്ങള് ചുറ്റിക്കാട് ഹിമാലയ റൂട്ട് പോയി. വേറെ മനുഷ്യരും ഇല്ല, അവരെ ഫോളോ ചെയ്ത് പോകേണ്ടിയായിരുന്നു. ഒരു മനുഷ്യരില്ല ഇവിടെ. എവിടെ പോയാലും ഇങ്ങനെ തന്നെ, ഒരാൾക്കാരും കാണത്തില്ല. നല്ല മധുരം ഉണ്ടല്ലേ? ഒട്ടുമില്ല. അത് തന്നെ, നന്നായിട്ട് വേർക്കുന്നുണ്ട്. എനിക്ക് അയ്യോ തളർന്നു. എവിടോട്ട് കിടന്നു. ആ വേറൊന്നും കണ്ടില്ലല്ലോ. വീടുണ്ട്, കൊറേ പുല്ലുണ്ട്, അവിടെ വീടുണ്ട്, ഒരു ഫുള്ള് ഫീൽഡ് ഉണ്ട്. അവിടെ ഒന്നും കിടക്കാൻ പറ്റില്ല, ഒരു റോഡിൽ തന്നെ കിടക്കണം. പ്ലാൻ പുല്ലുണ്ട്, വെള്ളമുണ്ട്, അതിന്റെ വീടുണ്ട്. അവിടെ കണ്ടില്ലേ ലേക്ക്? ഒരു ഫാം ആണോ എന്താണെന്ന് ഒരു പിടിയില്ല. ഫാം തന്നെ, നല്ല സ്മെല്ലടിക്കുന്നുണ്ട്. നിറയെ പശുക്കളൊക്കെ നിൽക്കുന്നു. പോലെ പുല്ലുണ്ട്, പശുക്കൾക്കൊക്കെ നല്ല സൂപ്പറാണ്. ഈ സൈഡ് ഫുള്ള് കാട, ഈ സൈഡ് വഴി. എടേ സമയം കളയാതെ പോവാമടേ, വാ. എനിക്കൊന്ന് അത് ഫാം ഹൗസ് ആണെന്ന് തോന്നുന്നു. കണ്ട ആ വഴി, അതാ പറഞ്ഞ ആരുടെയോ ഫാം ഹൗസ്. കാണിച്ചു കൊടുത്തു, കണ്ട് നല്ല അടിപൊളി വ്യൂ. 2 പേര് നടന്ന് വരുന്നുണ്ട്. നമ്മളെപ്പോലെ 2 പേര് പോകുന്നുണ്ട്. ഇപ്പൊ വീടുകളൊക്കെ കണ്ടു തുടങ്ങി, അങ്ങനെ എത്തിയാൻ തോന്നുന്നു. ഇവിടൊക്കെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് ഈ ഐലൻഡിൽ. ഈ ബീച്ചിൽ വരാൻ വേണ്ടിയായിരിക്കും എല്ലാവരും വന്നതല്ലേ? എനിക്കിവിടെ ഇരിക്കാം. അവിടെ പോയി നല്ല നല്ല ഫോട്ടോസ്. പോകാനുള്ള ചെറിയ ഫെറി വരുന്നുണ്ട്. കറക്റ്റ് ടൈമിൽ നമ്മൾ എത്തിയില്ലേ? അങ്ങോട്ട് പോകുമ്പോൾ മര്യാദയ്ക്ക് ബസ്സിൽ പോയാൽ പോരായിരുന്നു. ബസ്സിൽ എന്തുകൊണ്ട് നല്ലായിരുന്നില്ലേ? നന്നായിരുന്നു. തിരിച്ചു വരുമ്പോൾ എത്ര ദൂരം കണ്ട, നമ്മൾ മോളിൽ പോയി ഷോർട്ട് റൂട്ട്. ശരിയാ. നമ്മുടെ മുംബൈയിലൊക്കെ ഉള്ള ചെറിയ ഫെറിയ. Cheese and chips.
വാ 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 വാ. ഇത് വേണോ ഇല്ലെങ്കിൽ ഒരു കുക്ക്. എങ്ങനെയുണ്ട് പക്ഷേ വേൾഡ് ഫേമസ് ഐസ്ക്രീം? അടിപൊളിയാ. വിമാൻ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ചേട്ടാ വേൾഡ് ഫേമസ് ഐസ്ക്രീം ടേസ്റ്റ്? വിവാൻ എങ്ങനെയുണ്ട്? വിവാൻ്റെ എന്തൊക്കെ ഫ്ലേവറാണ്? വിവാൻ്റെ ഫ്ലേവർ എന്താണ്? റാസ്ബെറി റിപ്പിളും ബെൽജിയൻ ചോക്ലേറ്റ്. ചേട്ടൻ്റെ എന്താണ്? റേസിൻ സെൻട്രം. വിവാൻ വശിക്ക എനിക്ക് കുക്കീസും ക്രീമും ബെൽജിയൻ ചോക്ലേറ്റ്. ഇതെന്താണ്? മാംഗോ മാംഗോ ഡിലൈറ്റ്. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. സമയം ഇപ്പോൾ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 2 മണിക്കൂർ നമുക്ക് ട്രാവലുണ്ട്. 1 മണിക്കൂർ ട്രെയിന്, 1 മണിക്കൂർ ബസ്, പിന്നെ നമ്മൾ അങ്ങോട്ട് പോവാം. നല്ലായിരുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു സ്ഥലം? സ്ഥലം അടിപൊളിയായിരുന്നു. അടിപൊളി വ്യൂ ആയിരിക്കും അവർക്കെല്ലാം. എല്ലാം 2 ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് ബാൽക്കണിയിൽ. ലേക്ക് വ്യൂ, സീ വ്യൂ അല്ലേ? അടിപൊളിയായിരിക്കും അല്ലേ? അതാണ് അടിപൊളി. ദിവസം കണ്ടുകൊണ്ട് വരുമ്പോ നമുക്ക് അത് ശരിയാ. അറ്റം വരെ പോവാം. അത് തന്നെ. അവിടുന്ന് തിരിച്ച് നമ്മൾ ഗ്ലാസ്ഗോയിൽ എത്തിയപ്പോൾ ഇവിടെ വന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നു. അവിടെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക.